വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിൽ വീണ്ടും ദുരൂഹതകളേറുകയാണ്. സംശയങ്ങൾ തീരാതെ തന്നെ ബാലഭാസ്കറിന്റെ മരണം വീണ്ടും ചർച്ചയാകുന്നു. പെരിന്തൽമണ്ണ സ്വർണ്ണക്കവർച്ചാ കേസിൽ ബാലഭാസ്കറിന്റെ മുൻ ഡ്രൈവറും അപകട സമയത്ത് വാഹനമോടിച്ചയാളുമായ അർജുൻ അറസ്റ്റിലായ പശ്ചാത്തലത്തിലാണ് കുടുംബം വീണ്ടും സംശയങ്ങളുമായി രംഗത്ത് വരുന്നത്. ബാലഭാസ്കറിനെ കൊലപ്പെടുത്തിയത് തന്നെയാണെന്നാണ് പിതാവ് ഇപ്പോൾ പറയുന്നത്. അർജുൻ മുൻപേ കുറ്റവാളിയാണെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. ഇത് തന്റെ സംശയങ്ങൾ ശക്തമാക്കുന്നുവെന്നും കൂടുതൽ സംശയങ്ങൾ ഉണ്ടാക്കുന്നുവെന്നാണ് ഇപ്പോൾ ബാലഭാസ്കറിന്റെ പിതാവ് പറയുന്നത്. CBI അന്വേഷണത്തിലും തൃപ്തിയില്ലാതാവുകയാണ്. CBI ഒന്നും തൊടാതെയാണ് റിപ്പോർട്ട് നൽകിയത്. ബാലുവിന്റെ മരണത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘം തന്നെയാണെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബാലുവിന്റെ മരണത്തിൽ ഇതുവരെയും നീതി ലഭിച്ചിട്ടില്ല. ATM കവർച്ച ഉൾപ്പെടെ അർജുൻ നടത്തിയതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. അർജുൻ ബാലഭാസ്കറിന്റെ കൂടെ എത്തുന്നത് ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ പരിചയപ്പെട്ടാണെന്നുമാണ് ഇപ്പോൾ പിതാവായ ഉണ്ണി പറഞ്ഞിരിക്കുന്നത്. പെരിന്തൽമണ്ണ കേസിൽ അർജുൻ അറസ്റ്റിലായതോടെയാണ് ബാലഭാസ്കറിന്റെ മരണം വീണ്ടും ചർച്ചയിൽ നിറയുന്നത്. ബാലഭാസ്കറിന്റേത് അപകടമരണമല്ലെന്നും സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് ഇതിൽ പങ്കുണ്ടെന്നുമായിരുന്നു നേരത്തെ ഉയർന്ന ആരോപണം. അപകടത്തിന് തൊട്ടു മുൻപ് ബാലഭാസ്കറിന്റെ കാർ ആക്രമിക്കുന്നത് കണ്ടതായി കലാഭവൻ സോബിയും മൊഴി നൽകിയിരുന്നു. എന്നാൽ അപകട മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ഉയർന്നതോടെ ആദ്യം ക്രൈംബ്രാഞ്ചും പിന്നീട് CBIയുമാണ് സംഭവം അന്വേഷണം നടത്തിയത്. ഒടുവിൽ അപകടത്തിൽ ദുരൂഹതയില്ലെന്നും അമിത വേഗമാണ് അപകടത്തിന് കാരണമായതെന്നുമായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. പിന്നീട് കേസ് അന്വേഷിച്ച CBIയും അപകട മരണത്തിൽ അസ്വാഭാവികതയൊന്നുമില്ലെന്നാണ് കണ്ടെത്തിയത്. CBI റിപ്പോർട്ട് കോടതിയും അംഗീകരിച്ചു. എന്നാൽ കേസിൽ തങ്ങൾ ഉന്നയിച്ച പല ആക്ഷേപങ്ങളും അന്വേഷിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബാലഭാസ്കറിന്റെ പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചു. തുടർന്ന് ബാലഭാസ്കറിന്റെ മരണത്തിൽ ഗൂഢാലോചനയുണ്ടെങ്കിൽ അത് കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട ഹൈക്കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. 2018 സെപ്റ്റംബർ 25 ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച കാർ ദേശീയപാതയിൽ തിരുവനന്തപുരം പള്ളിപ്പുറത്ത് വെച്ച മരത്തിലിടിച്ച് അപകടമുണ്ടായത്. ബാലഭാസ്കറും ഭാര്യ ലക്ഷ്മിയും മകൾ തേജസ്വിനി ബാലയും ഡ്രൈവറായിരുന്ന അർജുൻ എന്നിവരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. 2 വയസ്സുകാരി തേജസ്വിനി ബാല സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബാലഭാസ്കർ ഒക്ടോബർ 2 മരണത്തിന് കീഴടങ്ങി. കേസിൽ അർജുൻ ഉൾപ്പെടെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കിയിരുന്നു. എന്നാൽ വാഹനം ഓടിച്ചിരുന്നത് ആരാണെന്നത് സംബന്ധിച്ച് തുടക്കം മുതൽ സംശയങ്ങൾ ഉണ്ടാക്കി. വാഹനം ഓടിച്ചത് ബാലഭാസ്കർ ആണെന്നായിരുന്നു അർജുന്റെ മൊഴി. എന്നാൽ അർജുനാണ് വാഹനം ഓടിച്ചതെന്ന് ബാലഭാസ്കറിന്റെ ഭാര്യയും നേരത്തെ മൊഴി നൽകിയിരുന്നു. ഇതെല്ലാം തന്നെ സംശയങ്ങൾക്കിടയായിരുന്നു. പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് വീട്ടിലേക്ക് പോവുകയായിരുന്ന ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് 3.5 കിലോ സ്വർണം കവർന്നത്. ആസൂത്രിതമായി നടന്ന വൻ കവർച്ചയിൽ നേരത്തെ 13 പ്രതികളെ പോലീസ് പിടികൂടിയിരുന്നു. ഇതിൽ തൃശൂർ പാട്ടുരാക്കൽ പറക്കോട്ടിൽ ലൈനിൽ കുറിയേടത്ത് മന അർജുനും ഉണ്ടായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതോടെയാണ് നേരത്തെ ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുനാണ് ഇതെന്ന് വ്യക്തമായത്. മോഷ്ടിച്ച സ്വർണവുമായി ചെർപ്പുളശ്ശേരിയിലെത്തിയ ഒരു സംഘത്തെ മറ്റൊരു വാഹനത്തിലെത്തി കൂട്ടിക്കൊണ്ടുപോയത് അർജുനാണെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം സ്വർണ്ണ കവർച്ചാ കേസിൽ ഡ്രൈവർ അറസ്റ്റിലായെങ്കിലും ഇതിന് വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ അപകടമരണ കേസുമായി ബന്ധമില്ലെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. സ്വർണ്ണ കവർച്ചാ കേസിൽ ബാലഭാസ്കറിന്റെ ഡ്രൈവറും ഉണ്ടെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. അർജുന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ബാലഭാസ്കറിന്റെ കുടുംബം പരസ്യമായി തന്നെ പ്രതികരിച്ചിരുന്നു. ഈ കഴിഞ്ഞ ഒക്ടോബറിലാണ് ബാലഭാസ്കർ മരിച്ച് 6 വർഷം പൂർത്തിയാകുന്നത്. അന്നു മുതൽ ഇന്നുവരെ വലിയ സംശയങ്ങൾ ഉയരുക തന്നെയാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന് കുടുംബവും സുഹൃത്തുക്കളും ആരോപിച്ചിരുന്നു. പല ചോദ്യങ്ങളും ദുരൂഹമായി തുടരുന്നതിനിടെയാണ് അർജുൻ സ്വർണ്ണ കവർച്ചാ കേസിൽ ഇപ്പോൾ അറസ്റ്റിലാകുന്നത്. ഇതോടെ നിഗൂഢതകൾ വീണ്ടും കൂടുകയാണ്. സ്വർണം പൊട്ടിക്കലിനും കടത്തലിനും മോഷണത്തിനും ഡ്രൈവിംഗിനും വൈദഗ്ധ്യം അർജുന് ഉണ്ടായിരുന്നുവെന്നാണ് ഉയരുന്ന സംശയം. ബാലഭാസ്കറിന്റെ അപകടം വിദഗ്ധമായി ആസൂത്രണം ചെയ്തതെന്നും സ്വർണം പൊട്ടിക്കൽ നടത്താൻ അർജുന് കഴിയുമെന്ന് പെരിന്തൽമണ്ണ സംഭവത്തോടെ വ്യക്തമായതായി ബാലഭാസ്കറിന്റെ കുടുംബം വിലയിരുത്തുന്നു. അർജുന്റെ അറസ്റ്റ് അടക്കം പൊതുസമൂഹത്തിൽ ചർച്ചയാക്കിയത് ബാലഭാസ്കറിന്റെ അടുത്ത ബന്ധുവായ പ്രിയ വേണുഗോപാലാണ്. അതീവ ഗുരുതര ആരോപണങ്ങളാണ് ഈ ഘട്ടത്തിലും പ്രിയ ചർച്ചയാക്കുന്നത്.